സ്വാഗതം. ഞാൻ ഇന്ന് കുട്ടികൾക്കുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞു വാവുകൾക്കുള്ള റെസിപ്പി. 6 മാസം മുതലാണ് നമ്മൾ കുട്ടികൾക്ക് റാഗി കൊടുത്തു തുടങ്ങുന്നത്. ഒരു 9 മാസമൊക്കെ ആകുമ്പോഴേക്കും ഈ റാഗി പാലിൽ കുറുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് മടുക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു 9 മാസം മുതലുള്ള കുട്ടികൾക്ക് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ കുറുക്കുണ്ടാക്കി കൊടുത്തു നോക്കൂ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് ഒരു 25 അല്ലെങ്കിൽ 30 കപ്പലണ്ടി ഇടണം. ഇതൊന്ന് വറുത്തെടുക്കാം. കപ്പലണ്ടി നന്നായിട്ട് വേകുമ്പോഴേക്കും കപ്പലണ്ടി പൊട്ടാൻ തുടങ്ങും. ആ സമയം വരെ നമുക്ക് വറുക്കണം. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി ഏകദേശം റെഡിയായി. കണ്ടോ, കപ്പലണ്ടിയൊക്കെ പൊട്ടി അതിൻ്റെ തൊലിയൊക്കെ വിടാൻ തുടങ്ങി. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഇടുന്നത് ഒരു 25 കശുവണ്ടിയാണ്. അതൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇടുന്നത് 25 ബദാമാണ്. ഇപ്പം നമ്മൾ 3 ഐറ്റമായി: കപ്പലണ്ടി, കശുവണ്ടി, ബദാം. നമ്മുടെ കുട്ടികൾക്ക് 4 പല്ല് വരില്ലേ ഒരു 9 മാസം ഒക്കെ കഴിയുമ്പോഴേക്കും? ആ സമയം തുടങ്ങിയാണ് ഇങ്ങനത്തെ കുറുക്ക് കൊടുക്കാനായിട്ട് നല്ലത്. 6 മാസം തുടങ്ങിയാണ് നമ്മൾ കുറുക്ക് കൊടുക്കാൻ തുടങ്ങുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫുഡ് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ കപ്പലണ്ടി വറുക്കുന്ന പോലെ തന്നെ ബദാം പരിപ്പും ഇത് വറുക്കാൻ നേരത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടണ സൗണ്ട് കേൾക്കാൻ പറ്റും. കപ്പലണ്ടി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ കപ്പലണ്ടി നമുക്ക് മാറ്റാം. എന്നിട്ട് കശുവണ്ടിയും ബദാം പരിപ്പും ചെറുപയറോ അല്ലെങ്കിൽ പൊട്ടുകടല അങ്ങനെയുള്ള സംഭവങ്ങൾ ചേർക്കാം. ഇതിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാതെ എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. ഏകദേശം ബദാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ഒരു പിടി പൊട്ടുകടല ചേർക്കുകയാണ്. പൊട്ടുകടല ഓൾറെഡി വെന്തിട്ടുള്ളതുകൊണ്ട്, വറുത്ത പൊട്ടുകടല ആയതുകൊണ്ട് ഞാൻ അധികം നേരം ഇതിട്ട് വറുക്കുന്നില്ല. ഈ കശുവണ്ടി, കപ്പലണ്ടി, ബദാം പരിപ്പും പൊട്ടുകടലയും കൂടി ഞാൻ മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. നല്ല പൊടിയായി ബദാം പൊട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കശുവണ്ടിയും ബദാം പരിപ്പും എല്ലാം കൂടി പൊട്ടുകടലെല്ലാം കൂടി ഞാൻ നന്നായിട്ട് മിക്സിയിൽ അടിച്ചു. ഇത് പഞ്ഞപ്പുല്ലെന്ന് പറയും. നമ്മൾ സാധാരണ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം കഴുകി ഉണക്കിയെടുക്കുക. എന്നിട്ട് ഇത് മിക്സിയിൽ അടിക്കുക. ഞാനിത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് പൊടിക്കുന്നത്. അത് വേറെ പാക്കറ്റിലാക്കി വെക്കും, ഇത് പൊടിച്ച് വേറെ പാക്കറ്റിലാക്കി വെക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. രണ്ടും കൂടി കൂട്ടാറില്ല. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം. ഓരോ അമ്മമാർക്കും അറിയാൻ പറ്റും അവനവൻ്റെ കുട്ടിക്ക് എത്ര മധുരമാണ് വേണ്ടതെന്ന്. അപ്പോൾ അതനുസരിച്ച് മധുരം എടുക്കുക. നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കുന്നു. ഈ ഒരു കുഞ്ഞു കപ്പിന് 1/2 കപ്പ് വെള്ളം ചേർക്കുന്നു. 1/2 കപ്പ് തന്നെ പാലും ചേർക്കുന്നു. അതിലേക്ക് കൽക്കണ്ടം ചേർക്കുകയാണ്. കൽക്കണ്ടം നല്ലോണം അലിയണം, അല്ലെങ്കിൽ കുട്ടികളുടെ തൊണ്ടയിൽ കെട്ടും. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ പഞ്ഞപ്പുല്ലിടാം. നല്ലോണം മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പഞ്ഞപ്പുല്ല് മിക്സിയിൽ അടിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. 1 സ്പൂൺ മതിയാവും ഒരു കുട്ടിക്ക് കൊടുക്കാനായിട്ട്. അത് തന്നെ അധികമായിരിക്കും, ബാക്കി വെക്കാൻ സാധ്യതയുണ്ട്. ഞാനൊന്ന് ഇളക്കി ചേർക്കുകയാണ്. നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. ഇത്രയും നേരമായിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ സ്റ്റൗ കത്തിച്ച് കൊടുക്കാൻ പോവാണ്. നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അടുക്കി പിടിക്കാൻ പാടില്ല. അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് ഗ്യാസ് ഉണ്ടാക്കും. വളരെ ശ്രദ്ധിച്ചാണ് കുട്ടികളുടെ ഭക്ഷണം ഉണ്ടാക്കേണ്ടത്.
മധുരം കറക്റ്റാണോ എന്ന് നമുക്ക് ഇടയ്ക്ക് നോക്കാവുന്നതാണ്. മധുരം കറക്റ്റാണ്. അപ്പോൾ പാലും ഈ പുല്ലും ഒക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് 1 സ്പൂൺ ഈ കശുവണ്ടിയും ഇതും കൂടി വറുത്ത് വെച്ചത്, കശുവണ്ടി കപ്പലണ്ടിയും കൂടി വറുത്ത് വെച്ച ഈ പൊടി നമുക്ക് 1 സ്പൂൺ മതിയാവും പൊട്ടി കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം. അത് ഞാനിപ്പോൾ 1 സ്പൂണാണ് ചേർക്കുന്നത്. ബാക്കി പാക്ക് ചെയ്ത് എടുത്ത് വെക്കുക. ഇതിലേക്ക് ചേർക്കുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കൽക്കണ്ട് ഇട്ട് കുറുക്കാൻ നേരത്ത് കുറുക്ക ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും പതുക്കെ ഒന്ന് സാധനം ലൂസാവാൻ തുടങ്ങും കുറച്ചും കഴിയുമ്പോൾ. ഒരു 8 മാസം പ്രായമുള്ള ഒരു കുട്ടിയൊക്കെ ആകുമ്പോൾ ഈ ഒരു പാകത്തിനൊക്കെ മതിയാവും. ഒരു 1.25 വയസ്സിന് മേലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒന്നും കൂടെ നമുക്ക് കുറുക്കിയെടുക്കാം. നമ്മളൊക്കെ കഴിക്കുന്ന ഒരു പാകത്തിന് എടുത്താൽ മതിയാവും. നമ്മളിങ്ങനെ കുറുക്കുമ്പോൾ ഇതിൻ്റെ അടിവശം കാണുന്ന വിധത്തിലാവും, കണ്ടോ. ഇടയ്ക്കിടയ്ക്ക് ഈ പാത്രത്തിൻ്റെ അടിവശം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് വിട്ട് വിട്ട് പോരുന്ന ഒരു പരുവം. അപ്പോൾ ഏകദേശം കുറുക്ക് റെഡിയായി കഴിഞ്ഞു. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞുവാവകൾക്ക് ഇത് കൊടുക്കാം. അവർ നല്ല ആരോഗ്യത്തോടെ നല്ല ബുദ്ധിയോടും കൂടി വളരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.